ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടിസം പരിചരണത്തിന് അനുവദിച്ച ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷന്റെ പാറ്റന്റ്, ആ പാറ്റന്റ് എനിക്ക് ലഭിച്ചു. ഈ ദൈവത്തിന്റെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മരുന്ന് കണ്ടെത്തണമെന്ന് അങ്ങേക്ക് തോന്നാനുള്ള കാരണം? ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ മാനസിക തലത്തിൽ ചിന്തിച്ചാൽ നടക്കില്ല. ആ ഒരു തലത്തിലേക്ക് എത്തിയ മാതാപിതാക്കളും ബ്ലസ്ഡാണ്. കാരണം അവർക്ക് മാത്രമേ അങ്ങനെ കുഞ്ഞിനെ സംരക്ഷിക്കാനും അവനെ അപ്ലിഫ്റ്റ് ചെയ്യാനും സാധിക്കൂ. മറിച്ച് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥകളെ ലഘൂകരിക്കാൻ, ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളും ഉടലെടുക്കുന്നത് നമ്മുടെ മനസ്സിലും, ആ മനസ്സിൽ ഉടലെടുക്കുന്ന അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ സർക്കംസ്റ്റൻസ്. നമസ്കാരം, അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമ്മുടെ സ്ഥിരം അതിഥിയായ രാഹുൽ കാർത്തിക് സാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു അച്ചീവ്മെൻറ്റ്, പുതിയൊരു തുടക്കം, അത് ലോകത്തിന് നന്മ പകരുന്ന ഒരു തുടക്കമാണ്. അത് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഇൻ്റർവ്യൂ ഞങ്ങൾ തയ്യാറാക്കിയത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. 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 എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങാൻ പോകുന്നത്. സാറിന് ഒരു പുതിയ പാറ്റൻറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. പുതിയൊരു ഓർഗനൈസേഷൻ എന്ന രൂപത്തിലേക്ക് വന്നു തുടങ്ങി. എന്താണ് ആ ഒരു തന്മയ് തൈലം അല്ലേ? അതെ. എന്താണ് തന്മയ് തൈലം? തന്മയ് തൈലം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അമേസിംഗ് റേയിൽ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂ ശരയോഗയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രാണബോധത്തിൽ ജീവിക്കുക എന്നാണ് നമ്മളവിടെ നിരന്തരം പറയാറുള്ളത്. ആ പ്രാണബോധത്തിൽ നമ്മൾ നിന്നതിൻ്റെ ഒരു വലിയ അംഗീകാരമാണ് ഭാരത സർക്കാർ കേന്ദ്ര ഭൗതിക സ്വത്തവകാശ കാര്യാലയത്തിൽ നിന്ന്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ടിസം പരിചരണത്തിന് അനുവദിച്ച ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ്റെ പാറ്റൻറ്റ്, ആ പാറ്റൻറ്റ് എനിക്ക് ലഭിച്ചു. അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് പിന്തുടരുന്ന പ്രാണബോധത്തിൻ്റെ പ്രാക്ടീസായ ശരയോഗയുടെ വിജയമെന്നാണ്. ശരിക്കും ഈ പാറ്റൻറ്റ് നമ്മുടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള അവരുടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള ഒരു റെമഡി, ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾക്കും വലിയ ഒരു അഭിമാന നിമിഷമാണിത്. കാര്യം കൂടുതലായി അങ്ങ് ഞങ്ങളുടെ ചാനലിലാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു അതിഥിയായി വന്ന അങ്ങേക്ക് ഇത്രയും വലിയൊരു സാധ്യതകൾ തുറക്കാനും കൂടുതൽ ഈ പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ശ്രമമാണല്ലോ ഇത്. അത് ഇത്തരം കുട്ടികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ നമ്മളവരെ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ഓട്ടിസ്റ്റ് എന്ന് പോലും പറയാറില്ല. ഈ ദൈവത്തിൻ്റെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മരുന്ന് കണ്ടെത്തണമെന്ന് അങ്ങേക്ക് തോന്നാനുള്ള കാരണം എന്താണ്? ഒരു തോന്നലുണ്ടാവണമല്ലോ ഇത്? തീർച്ചയായും അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കാലമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ, പഠനങ്ങൾ, അതിൻ്റെ തുടക്കം ശരയോഗയിൽ നിന്ന് തന്നെയാണ്. തമിഴ് സിദ്ധ ദ്രാവിഡ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യകളാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ശരയോഗയായാലും സിദ്ധ വൈദ്യമായാലും അതിൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള ചിന്താർമണി വൈദ്യമായാലും അത് ഞാൻ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കി അതിനകത്ത് ഇത്തരം ജനിതക വൈകല്യങ്ങളെ പരിഹരിക്കുന്നതിന്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ പാരമ്പര്യ വിദ്യകളിലുണ്ടെന്ന് ഞാൻ കണ്ടെത്തുകയും അതെങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ഈ അറിവിനെ എങ്ങനെ എത്തിക്കാം എന്നുള്ള എൻ്റെ നീണ്ടകാലത്തെ അന്വേഷണത്തിൻ്റെ പൂർണ്ണതയാണ് ശരിക്കും തന്മയ് തൈലം എന്ന് പറയുന്ന നമ്മുടെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ. അപ്പോൾ അത് വളരെ കാലമായിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട്, പഠനങ്ങളുടെ, ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ ഞാൻ കണ്ടെത്തിയതും അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് സ്പാർക്കിനെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് ഈ ഐസക് ന്യൂട്ടന്റെ തലയിൽ ഈ ആപ്പിൾ വന്ന് വീഴുന്നപ്പോഴാണ് ഗുരുത്വാകർഷണം ഉണ്ടായത്. അപ്പോൾ രാഹുൽ കാർത്തികിന് ഇങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാവുള്ള കാര്യം, ആ സ്പാർക്ക് മാനസിക തലത്തിന് അതീതമായിട്ട് പ്രാണബോധി ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ സ്പാർക്ക് പ്രവർത്തിച്ചത്. ആ സ്പാർക്കിൻ്റെ അടിസ്ഥാനം ശരയോഗ പ്രാക്ടീസാണ്. ആ ശരയോഗ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പറയുന്ന നമ്മൾ സ്വാംശീകരിച്ച, നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവുകളെയും അനുഭവങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിലൊരു പാറ്റൻറ്റ്, ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ, ലോകത്ത് രണ്ടാമതാണ് ഇത്തരം ഒരു പാറ്റന്റ് അനുവദിക്കപ്പെടുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട്. അപ്പോൾ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു തലമാണ്.
ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ മാനസിക തലത്തിൽ ചിന്തിച്ചാൽ നടക്കില്ല. മാനസിക തലം എപ്പോഴും സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സംശയങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ അറിവിനെയും അനുഭവങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു എണ്ണ തലയിൽ തേക്കാൻ കഴിയുന്ന, തികച്ചും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ കണ്ടെത്തി. അപ്പോൾ അത് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു വലിയൊരു അളവ് വരെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാറ്റൻറ്റിലേക്ക് പോയി. ഇപ്പോൾ പാറ്റൻറ്റ് അനുവദിക്കപ്പെടുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കുഞ്ഞുങ്ങൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് ഈ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ നമ്മൾ ഇപ്പോൾ ഹോം മെയ്ഡാണ്, നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർക്ക്. അപ്പോൾ അവരത് ഉപയോഗിച്ച സമയത്ത് കുട്ടികളിൽ മാത്രമല്ല ഈ പറയുന്ന ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓർമ്മ തകരാറ്, മറവി പ്രശ്നങ്ങൾ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ സ്കിൻ ഡിസീസസ്, വിവിധങ്ങളായിട്ടുള്ള ത്വക്ക് രോഗങ്ങളിലൊക്കെ നമ്മുടെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ വളരെ നല്ല ഫലപ്രദമാണ് എന്ന് നമുക്കിപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരിൽ നിന്ന്, അനുഭവസ്ഥരിൽ നിന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് പാറ്റൻറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ചതും അതിൻ്റെ സ്പാർക്കും അവിടെ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഇവരാണ് എപ്പോഴും അവർക്കൊരു ടെൻഷനാണ്. ഇപ്പോൾ അവരുടെ കാലവ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്താവും എന്നൊക്കെയുള്ളൊരു മനോവ്യഥയുണ്ട്. ഒപ്പം ഈ കുഞ്ഞിനെ നോക്കുകയും വേണം. ഈ പ്രായം കൂടിയാലും ഒരു വേറൊരു തലത്തിലോ വേറൊരു ലോകത്താണല്ലോ അവരുടെ ജീവിതം. അപ്പോൾ ഈ അമ്മമാർക്കും അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർക്കൊക്കെ എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇപ്പോൾ എണ്ണ മാത്രം പോരല്ലോ, എണ്ണ മാത്രം കൊണ്ടല്ല ഇപ്പോൾ കുട്ടികൾക്കത് തേക്കാം. ഈ മാതാപിതാക്കൾക്ക് എങ്ങനെയായിരിക്കും അങ്ങ് കണ്ടെത്തി? നമ്മൾ ഇപ്പോൾ ഈ ഓട്ടിസം പോലുള്ള അവസ്ഥകളിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ എന്നാണ്. അവർ ഭിന്നശേഷിയുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് പ്രവർത്തന മികവുള്ള കുട്ടികൾ കൂടിയാണ്. പക്ഷേ അവർക്ക് ഈ പറയുന്ന അവരുടെ ഇൻ്റലക്ച്വൽ തലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഒരു നോർമൽ കുട്ടിയിൽ നിന്നും കുറച്ച് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയെ പരിചരിക്കണമെങ്കിൽ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാതാപിതാക്കൾ, സാധാരണ ഒരു മാതാപിതാക്കളെ കൊണ്ട്, സാധാരണ ഒരു അച്ഛനെയോ അമ്മയോ കൊണ്ട് അത് സാധിക്കില്ല. ആ ഒരു തലത്തിലേക്ക് എത്തിയ മാതാപിതാക്കളും ബ്ലെസ്ഡാണ്. കാരണം അവർക്ക് മാത്രമേ അങ്ങനൊരു കുഞ്ഞിനെ സംരക്ഷിക്കാനും അവനെ അപ്ലിഫ്റ്റ് ചെയ്യാനും സാധിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ വളരെ ബഹുമാനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതിനേക്കാളും പല കാര്യങ്ങളിലും അവർക്ക് ബോധ്യമുണ്ട്, അവർക്ക് വ്യക്തതയുണ്ട്. കാരണം അവർ ഡയറക്റ്റ്ലി ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ പറയുന്ന ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ ആയാലും ഇതിനോടനുബന്ധിച്ച തെറാപ്പി, തന്മയ് തെറാപ്പി ആയാലും അത് നമ്മൾ യോഗ, മെഡിറ്റേഷൻ, ശരയോഗയെ ബേസ് ചെയ്തിട്ടാണ്. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ അമ്മമാർ അവർ തന്നെയാണ് നമ്മളിൽ നിന്നത് പഠിക്കുന്നത്. അവരത് പഠിച്ച് അവർ കുട്ടികളിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് അവരൊരു ശരയോഗിയുടെ തലത്തിലേക്ക്, ഒരു യോഗയുടെ തലത്തിലേക്ക് നിന്നുകൊണ്ടാണ് ഈ കുട്ടിയെ പരിചരിക്കുന്നത് നമ്മുടെ തെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ മറ്റൊരു തെറാപ്പിസ്റ്റിന് അടുത്ത് പോയി ഒരു തെറാപ്പി അങ്ങനെയല്ല. ആ അമ്മയെ അല്ലെങ്കിൽ ആ അച്ഛനെ ഈ പറയുന്ന ആ കുട്ടിയെ പരിചരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ. അതൊരു സപ്പോർട്ടിംഗ് ഒരു ഫാക്ടർ മാത്രമാണ്. അതും ഇതും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ തെറാപ്പിയും നമ്മുടെ ഈ പറയുന്ന അതിനോടനുബന്ധിച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും ഈ എണ്ണയും ഹെർബൽ ഓയിൽ ഫോർമുലേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓട്ടിസം ക്യൂർ ആകുന്നു നമ്മൾ അവകാശപ്പെടുന്നില്ല. നമുക്കൊരിക്കലും ഇതൊരു ഓട്ടിസത്തിനുള്ള ചികിത്സയാണെന്നോ ഇത് ഓട്ടിസം മാറ്റാനുള്ള ഒരു മാജിക്കൽ റെമഡിയാണെന്നോ നമുക്ക് അവകാശവാദമില്ല. മറിച്ച് ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവസ്ഥകളെ ലഘൂകരിക്കാൻ, ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. ഓട്ടിസവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ന്യൂറോ സംബന്ധമായിട്ടുള്ള നാഡീ വ്യവസ്ഥകളിൽ പ്രശ്നമുള്ളവർ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഈ ഓർമ്മ പ്രശ്നമുള്ളവർക്ക്, സ്കിൻ ഡിസീസസിലൊക്കെ ഇത് നമുക്ക് വളരെ ഫലപ്രദമാണെന്ന് ഇപ്പോൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഇപ്പം അങ്ങ് ആദ്യമായി ഈ എണ്ണ ആദ്യമായി ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തു. സാറ് തന്നെ ഇപ്പം എല്ലാവരെയും അല്ലേ, സാറ് തന്നെ ആദ്യം അപ്ലൈ ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നു. ഇതിന് ശേഷം വന്ന് ആദ്യമായി അങ്ങ് കേൾക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു തന്മയ് തൈലം വർക്കൗട്ടായി എന്ന് തോന്നിയ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അതെങ്ങനെയായിരുന്നു? അത് ആദ്യം വർക്കൗട്ടായി എന്ന് ബോധ്യപ്പെട്ടത് എനിക്കാണ്, എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലുമാണ്. കാരണം ഇത് ആദ്യം ഉണ്ടാക്കി ഈ ഒരു എണ്ണ തയ്യാറാക്കി ഞാൻ ഉപയോഗിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ പരിചയക്കാർക്ക്, കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, പലർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ്. നമ്മൾ ഏതെല്ലാം ഹെർബൽ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയാറുണ്ട്,
ഒരുപാട് അവസ്ഥകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ലീപ്പിംഗ് പാറ്റേൺ, ഉറക്കമില്ലായ്മ, അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നല്ലൊരു സ്ലീപ്പിംഗ് പാറ്റേണിലേക്ക്, ഒരു അവസ്ഥയിലേക്ക്, നല്ലൊരു ഉറക്കശീലത്തിലേക്ക് അവർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പലപ്പോഴും തലയിൽനിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സാധനമാണ് സ്കിന്നിലേക്ക് എത്തി എക്സിമയും സൊറിയാസിസും ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ അത്തരം സ്കിൻ ഡിസീസസിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ഈ എണ്ണ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പലപ്പോഴും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശരിയായിട്ട് ആശയവിനിമയ ശേഷി ഇല്ലായ്മയാണ് പലപ്പോഴും ഈ കുട്ടികളുടെ ഒരു പോരായ്മ. അച്ഛ അമ്മ എന്ന് പോലും വിളിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഉണ്ടാവും. അപ്പോൾ സ്ഥിരം അവരുടെ ഉറക്കം ശരിയാകുമ്പോഴും അവരുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പാകുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫിറ്റ്സ് പോലുള്ള അവസ്ഥകളിൽ ഇത് ഫലപ്രദമാണെന്ന് ഉപയോഗിച്ചവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഇനിയും പഠനങ്ങൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം എണ്ണകൾ മാർക്കറ്റിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു, കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങക്ക് ഇപ്പം പാറ്റന്റ് കിട്ടി, ഇപ്പം രണ്ടാമത്തെ അല്ലേ? ലോകത്ത് രണ്ടാമത്തെ പാറ്റന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ, ഭാരതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു പാറ്റന്റ്. അപ്പം ഇത്തരം എണ്ണകൾ ഇറങ്ങുമ്പോഴും ഇപ്പം നമ്മളെ മറു സൈഡിൽ നോക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് മോഡേൺ മെഡിസിൻ എന്നുള്ളൊരു വിഭാഗമുണ്ട്. അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. ആയുർവേദത്തിനെ തികച്ചും അംഗീകരിക്കുന്നില്ല. സിദ്ധയും അവർക്കൊരു പ്രാധാന്യം. കാര്യം പെട്ടെന്ന് റെമഡി കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടുക എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് അവരുടെ ഒരു യാത്ര. അപ്പോൾ അവരൊന്നും ഇതൊന്നും അംഗീകരിക്കില്ല. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അത് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ഒരു മരണപ്പെട്ട ഒരു നടൻ്റെ അവസ്ഥ അറിയാലോ, സലീം കുമാറിൻ്റെ. വലിയ വിവാദമായി, ഒരുപാട് വാർത്തകളൊക്കെ. ആ വിവാദം നിൽക്കുന്ന സമയത്താണ് അങ്ങയുടെ ഈ എണ്ണ അല്ലെങ്കിൽ തന്മയ തൈലം വരുന്നത്. ഇതിന് അങ്ങക്ക് പറയാനുള്ള മറുപടി എന്താ? അതിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷനാണ്. ഇതിൽ ഉള്ളിൽ കഴിക്കാനില്ല, കൺസ്യൂം ചെയ്യാനില്ല. അതൊന്ന്. രണ്ട്, നമ്മൾ എല്ലാ ചികിത്സാ രീതികളെയും അംഗീകരിക്കുന്നുണ്ട്. അതിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം വികസിച്ചിട്ടുള്ള, ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതി മോഡേൺ മെഡിസിനാണ്. ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ്, ഇംഗ്ലീഷ് മെഡിസിൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു ആക്ഷേപമോ തർക്കമോ എനിക്കില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ഹെർബൽ ഓയിൽ, ഇപ്പോൾ ഒരു ഡോക്ടർ പോലും തലയിൽ എണ്ണ തേക്കാറുണ്ടല്ലോ. ഇവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തലയിൽ അപ്ലൈ ചെയ്യാനുള്ള, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള ഒരു എണ്ണ മാത്രമാണ്. ഇത് ഹെർബൽ ഓയിൽ ഫോർമുലേഷനാണ്. ദിസ് ഈസ് നോട്ട് എ മെഡിസിൻ ടു കൺസ്യൂം. ഇതിനൊരു മെഡിസിനായിട്ടല്ല നമ്മൾ പാറ്റന്റ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതും മെഡിസിനായിട്ടല്ല. ഇതൊരു ഒരു മാജിക്കൽ റെമഡിയുമല്ല. ഇത് നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതിപ്പോൾ ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതിന് ഓട്ടിസം ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ജോലി ചെയ്യുന്നു, നമുക്ക് ജോലി സംബന്ധമായ സ്ട്രെസ് ഉണ്ടാകാം, നമുക്ക് ഉറക്കക്കുറവുണ്ടാകാം, അതിനോടനുബന്ധിച്ച് ഉറക്കക്കുറവുണ്ടാവാം. പിറ്റേ ദിവസം നമ്മുടെ വർക്കിനെ അത് ബാധിക്കും. ഇതൊക്കെ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഈ അവസ്ഥകളിലെല്ലാം തന്നെ നമ്മുടെ ഓയിൽ നമുക്ക് ഫലപ്രദമായിട്ട്, വളരെ സേഫായിട്ട് എക്സ്റ്റേണലി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ടിംഗ് തെറാപ്പി മാത്രമാണ്. ദിസ് ഈസ് നോട്ട് എ മെഡിസിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അങ്ങ് നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുമായിട്ടോ താരതമ്യമായിട്ടോ നമ്മുടെ ഈ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷനെ പെടുത്തേണ്ട. നമ്മൾ ഒരു ചികിത്സാ രീതിക്കും എതിരല്ല, നമ്മുടേതൊരു ചികിത്സാ രീതിയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുമില്ല. കാര്യം ഇപ്പോൾ അങ്ങതിപ്പോൾ ഒരുപാട് നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരം, അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് പച്ചില മരുന്നുകൾ, ഇതൊക്കെ അങ്ങ് കാട്ടിലേക്ക് പോയി, ഇല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വില കൂടിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനതാണ് ചോദിച്ചത്. സാധാരണ സിദ്ധത്തിലൊക്കെ നമ്മൾ ഈ പച്ചമരുന്ന് ഇടിച്ച് അതൊരു മരുന്നെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം എണ്ണ കാച്ചാൻ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും ഒരു മരുന്നായിട്ട് നമുക്ക് കണക്കാക്കി കൂടിയെന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ കയ്യോന്നി പറിച്ചെടുത്തിട്ട് കയ്യോന്നി കൊണ്ട് എണ്ണ കാച്ചി മുടി വളരാൻ വേണ്ടി ആ എണ്ണ ഉപയോഗിക്കാത്ത ഒരു വീട് പോലും കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നുണ്ടല്ലേ? അത് കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മെഡിസിനുള്ള എല്ലാ ഡോക്ടേഴ്സും ഇതൊക്കെ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ തന്നെയാണ് തേങ്ങ ആട്ടി വെളിച്ചെണ്ണ എടുത്ത് ആ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യ അറിവ് ഉപയോഗിച്ചിട്ട് ഇൻ്റർണലി കഴിക്കുന്ന ഒരു മെഡിസിൻ എന്നുള്ള നിലയ്ക്കല്ല, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി, നമ്മുടെ ഈ പറയുന്ന ശാരീരിക മാനസിക അവസ്ഥകളെ കുറച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പഴയ കാലങ്ങളിൽ കുട്ടികളുടെ ശരീരത്തിൽ ഈ പറയുന്ന എണ്ണ തേച്ച് പിടിപ്പിക്കും.
മാസത്തിൽ ഒരിക്കലേ എങ്ങനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന സമ്പ്രദായം, കൊച്ചു കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ അറിവല്ലല്ലോ, നമ്മളെല്ലാം അങ്ങനെ കുളിപ്പിച്ചിട്ടുള്ളവരല്ലേ. തീർച്ചയായിട്ടും ഇപ്പം അതുപോലെ തന്നെയാണ് ലോഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ശരീരത്തിൽ തേക്കാനുള്ള മോഡേൺ മെഡിസിൻ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെയാണ് അങ്ങയുടെ ഈ തന്മയ തൈലം മത്സരിക്കാൻ നിൽക്കുന്ന ഒന്ന് ആലോചിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്, ഓർത്തിട്ടാണെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ മത്സരത്തിനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെർബൽ ഓയിൽ ഫോർമുലേഷന് ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഇതിപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓയിലാണെങ്കിൽ തന്നെയും നമ്മൾ പ്രധാനമായിട്ടും ഈ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടെത്തിയിട്ടുള്ള, നമുക്ക് പേറ്റന്റ് കിട്ടിയിട്ടുള്ള ഈ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ അത് ഈ പറയുന്ന ഓട്ടിസവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് ചെറിയൊരു പുരോഗതി, ഒരു ബുദ്ധിമുട്ടൊന്ന് കുറയ്ക്കുന്നതിന് നമ്മുടെ ഹെർബൽ ഓയിൽ ഫോർമുലേഷൻ, നമ്മുടെ ഈ എണ്ണ അതിന് സഹായകരമാകുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഇവിടെയുള്ള ഒരു ബ്രാൻഡുകളുമായോ അല്ലെങ്കിൽ ആരുമായോ മത്സരിക്കുക, ഇതിനെ ഒരു മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും നമുക്കില്ല. തികച്ചും സുതാര്യമാണ്, തികച്ചും സദുദ്ദേശപരമാണ്. നമുക്ക് ഈ പറയുന്ന ഈ പാറ്റന്റ് എന്ന് പറയുന്നത്, ഒരു പാറ്റന്റ് നമുക്ക് അനുവദിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾക്കിത് ഇനി കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ആ പ്രോഡക്റ്റിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിച്ചാൽ മതി, ഇതിൽ വിശ്വസിക്കുന്നവർ ഉപയോഗിച്ചാൽ മതി, ഇതുകൊണ്ട് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ഉപയോഗിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം, ആ കുഞ്ഞിൻ്റെ ഉറക്കമൊന്ന് ശരിയായി, അവൻ്റെ ബുദ്ധിമുട്ടൊന്ന് കുറഞ്ഞു, അത് കാണുമ്പോൾ ആ അച്ഛനമ്മമാർക്ക്, ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം, അത് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പുറത്ത് പറയാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ഇത്തിരി വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് വലിയൊരു എമൗണ്ട് ചിലവാകുന്നുണ്ടോ ഇത്തരം എണ്ണ തയ്യാറാക്കാനായിട്ട്? തീർച്ചയായിട്ടും. എത്ര ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും അതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സ്? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ പാറ്റന്റിങ് അതോറിറ്റിക്ക് വെളിപ്പെടുത്തിയാൽ മാത്രമേ പാറ്റന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. പക്ഷേ ആ ഇൻഗ്രീഡിയൻസിന് അതീതമായിട്ട് അത് ചെയ്യുന്നതിനുള്ളൊരു കൈപ്പാകമുണ്ട്. അത് ചെയ്യുന്ന കൈപ്പാകം എനിക്ക് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് സിദ്ധിച്ചതാണ്. ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ പഠനങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് സിദ്ധിച്ചതാണ് ആ കൈപ്പാകം. എൻ്റെ ഗുരു ഡോക്ടർ ഗിരീഷ് കുമാർ സിദ്ധ പ്രാക്ടീഷണറാണ്, ഡോക്ടർ ഗോപകുമാറുണ്ട് സാറ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഡോക്ടർ പ്രശാന്ത് ഉണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ ആ കൈപ്പാകവും അതിൻ്റെ കൃത്യമായിട്ടും എണ്ണ തയ്യാറാക്കുമ്പോഴുള്ള അവരുടെ ജ്ഞാനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളും പഠനത്തിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ അപ്പുറത്തേക്ക് കൈപ്പാകം എന്ന് പറയുന്നൊരു സംഭവമാണ് എണ്ണ കാച്ചുമ്പോൾ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആയാലും മൈസൂർ സാൻഡൽവുഡ് ആയാലും ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതും നമ്മൾ തികച്ചും പാരമ്പര്യമായ രീതിയിലാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിറകടുപ്പിൽ വലിയ വാർപ്പിൽ നമ്മൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട സമയത്ത് ചേർത്ത് അതിൻ്റെ പാകം ശരിയാകുമ്പോൾ അടുത്തത് ചേർത്ത് അവസാനം ആ എണ്ണയുടെ പരുവം ശരിയാക്കുമ്പോൾ എണ്ണ എടുത്ത് വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഹെർബ്സ് ശേഖരിക്കുന്നത്, ഇതിൻ്റെ പച്ചിലകൾ ശേഖരിക്കുന്നത് മുതൽ ഇൻഗ്രീഡിയൻസ് ശേഖരിക്കുന്നത് മുതൽ ഒടുവിൽ ആ എണ്ണ തയ്യാറാക്കുന്ന പ്രോസസ്സ് പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണ്ടി വരും. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അധ്വാനമാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ തികച്ചും ആചാര്യ വിധിപ്രകാരമാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം എണ്ണകൾ നമുക്ക് ഇപ്പോൾ സാധാരണ ഇപ്പം ഈ പലരും പറയാറുണ്ട് ഈ ഓട്ടിസം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഈ ഒരു ഓട്ടിസ്റ്റിക് ഉണ്ട് എന്ന് പറയാറുണ്ട്. ബോധമില്ലാത്തവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യും ഒരാൾ വാങ്ങുകയാണെങ്കിൽ? തീർച്ചയായിട്ടും വളരെ അത് ഉപയോഗപ്പെടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആയാലും അങ്ങനെയായാലും അറിയാമായിരിക്കും, നമ്മുടെ ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളും ഉടലെടുക്കുന്നത് നമ്മുടെ മനസ്സിലും, ആ മനസ്സിൽ ഉടലെടുക്കുന്ന അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മുടെ സാഹചര്യങ്ങളുമാണ്. നമ്മുടെ തൊഴിൽ സാഹചര്യം, നമ്മുടെ ഫാമിലിയിലെ അന്തരീക്ഷം, ഇതൊക്കെ നമ്മളിൽ വളരെ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ്സ് മനസ്സിലുണ്ടാകുകയും അത് ശരീരത്തിലേക്ക് വരികയും നമ്മുടെ ഉറക്കം താളം തെറ്റുകയും നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ വ്യത്യാസം വരികയും വിശപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടാകുകയും അത് നമുക്ക് ശാരീരികമായും മാനസികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെയാണല്ലോ അവർ സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്ട്രെസ്സാണെങ്കിൽ ഈ ഓയിൽ, ഇപ്പം നമ്മൾ ഓട്ടിസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ മാറ്റി നിർത്തിയാൽ എല്ലാ മനുഷ്യർക്കും ഒരു മികച്ച സ്ട്രെസ് റിലീവറായിട്ട്, സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഉറക്കം ശരിയാക്കുന്നതിന്, അവരുടെ ശാരീരിക മാനസിക തലങ്ങളിൽ അവർക്കൊരു വെൽബീയിങ്ങിലേക്ക് പോകുന്നതിന് നമ്മുടെ ഈ ഓയിൽ വളരെ ഫലപ്രദമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാനാണ്. സാറും ചെറിയ രീതിയിൽ പ്രശ്നമുള്ള ആളാണ്. തീർച്ചയായും. ഈ എണ്ണ തേച്ചതിന് ശേഷമാണ് ആ പ്രശ്നമെല്ലാം മാറി. അതെ.
ഞാൻ വർഷങ്ങളായിട്ട് ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്. ഉപയോഗിക്കുന്നത്. ഇപ്പൊ സ്ട്രെസ്സൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല, സ്ട്രെസ്സൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും സ്റ്റുഡൻസ്, അതെ, തീർച്ചയായും. ഇത്രയും ആളുകൾ ഇങ്ങനെ എല്ലാ ദിവസവും ഓൺലൈനിൽ അങ്ങേ മീറ്റ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായും. അപ്പോൾ അത്രയും മണിക്കൂറുകൾ അങ്ങേക്ക് അങ്ങയുടെ ശിക്ഷണങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ ഉള്ളൊരു ഈ ഡെയിലി വിഷയങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പം എനിക്കിപ്പോൾ ഒരു എല്ലാ ദിവസവും അങ്ങേക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാര്യം എനിക്ക് എല്ലാ ദിവസവും ഓരോ വിഷയമാണ്. വിഷയദാരിദ്ര്യമാണ് മൊത്തം എല്ലാവരും അനുഭവിക്കുന്നത്. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലും പല സമയത്തും നമ്മൾ അനുഭവിക്കുന്ന വിഷയദാരിദ്ര്യം. അങ്ങേക്ക് വിഷയദാരിദ്ര്യം ഉണ്ടോ? ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം എണ്ണകൾ തേക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനിക്ക് നാളെ എണ്ണ തേക്കുന്ന എണ്ണ എക്സ്റ്റേണലി തേക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഈ കണ്ടന്റ് ഉണ്ടാകുന്നത് എണ്ണയെന്നല്ല. കണ്ടന്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ പുറത്തോട്ട് കണ്ടന്റിനെ തേടുമ്പോഴാണ് നമുക്ക് കണ്ടന്റ് കിട്ടാതെ വരുന്നത്. നമ്മൾ എപ്പോഴും വി ആർ സെർച്ചിങ് ഔട്ട്സൈഡ് ഫോർ സംതിങ്. പക്ഷേ ഈ കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എപ്പോഴാണോ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. ആ ക്രിയേറ്റിവിറ്റി, ഇപ്പോൾ ഒരാളൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി, ആ തിരക്കഥ ഉത്ഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തെളിച്ചം, ഒരു വ്യക്തതയാണ് അദ്ദേഹത്തിന് ആ ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അരുവിയാണ്, ഒരു കാട്ടരുവിയാണ്, ഒരു പുഴയാണ്. ആ പുഴ, അവിടെ ആ വെള്ളത്തിന്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ ശബ്ദത്തിന് പോലും ശ്വാസത്തിന്റെ ഒരു താളമുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് ശ്വാസത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്, ശരനൂൽ ശാസ്ത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പോലും ശരനൂലിനെ കണക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ലിവിങ് ഇൻ ദി പ്രസന്റ്, ഈ നിമിഷം പോലും എനിക്ക് എൻ്റെ ബ്രീത്തിനെ എൻ്റെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പുറത്തേക്ക് അലയുന്നില്ല, എൻ്റെ ഉള്ളിൽ പ്രകൃതി പ്രവർത്തിക്കുന്നു. അത് വിജ്ഞാനമായ കോശം എന്നാണ് അതിനെ ആത്മീയതയിൽ പറയുന്നത്. അതുകൊണ്ട് വിഷയദാരിദ്ര്യമില്ല. ഇല്ല, വിഷയദാരിദ്ര്യം. എന്തായാലും ഈ വിഷയദാരിദ്ര്യം ഉണ്ടാകാതെ മുന്നോട്ട് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് അങ്ങേക്ക് നയിക്കാനാവട്ടെ. ജഗദീശൻ അങ്ങയെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അമേസിംഗ് റൈഡ്. തീർച്ചയായിട്ടും അമേസിംഗ് റൈഡ്ക്കും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.